നേരത്തെ പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. രാഹുലിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ പരാതിക്കാരിയെ അപമാനിച്ചാണ് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പന്റെ പ്രതികരണം വന്നത്. പരാതി നൽകിയ സമയത്തിൽ സംശയമുണ്ട്. ഇത്ര നാൾ പരാതിക്കാരി എവിടെയായിരുന്നു? ഇപ്പോൾ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. ഇപ്പോൾ മറനീക്കി വന്നത് എന്തിനാണ്? പരാതി അന്വേഷിച്ച് കുറ്റക്കാരനാണെങ്കിൽ രാഹുലിനെ ശിക്ഷിക്കട്ടെ എന്നായിരുന്നു എ തങ്കപ്പന്റെ പ്രതികരണം. ഇത് ഇന്നലെ വന്നാണോ, മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം? കേൾക്കട്ടെ, മിനിഞ്ഞാന്ന് വന്നാണോ? അല്ലല്ലോ ചേട്ടാ. ഇത് ആസങ്ങൾ അത് മാത്രമല്ല, ഒന്നും കൂടെ വേണ്ടത്. കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കുമായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കണ്ടേ? അന്തസ്സായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ? അവിടെയാണ് വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം. ഞാൻ ആ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. 6-7 മാസമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നേക്ക് പുറത്തു വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ചോട്ടെ ഇപ്പോഴും പറഞ്ഞു, ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പന്ത് സർക്കാരിന്റെ കോട്ടിലെന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. പരാതിക്കാരിയെ ഒരു കോൺഗ്രസുകാരും അധിക്ഷേപിച്ചിട്ടില്ല. അത് ശരിയായ രീതി അല്ലെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. പരാതിക്കാരി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെതായ ഗൗരവത്തോടെ അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് പാർട്ടി അന്നും ഇന്നും ഒക്കെ പറയുന്നത്. അതിലൊന്നും ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പരാതിക്കാരി ഉണ്ട്, തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാകണം. ശരിയായ രീതിയിൽ അന്വേഷണം പോകണം. ഇപ്പോൾ സർക്കാരിന്റെ കോർട്ടിലല്ലേ ബോളുള്ളത്? മുഖ്യമന്ത്രിക്കാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. അവർ അന്വേഷിക്കട്ടെ, ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നടപടി തെറ്റെന്ന മന്ത്രി വി ശിവൻകുട്ടി. പരസ്യ പിന്തുണ നൽകുന്നത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. യുവതിയുടെ പരാതിയിൽ നടപടിയിൽ വിട്ടുവീഴ്ചയില്ല. അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.